ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഈ വീഡിയോയിൽ യേശുദാസ് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടുകാരൻ. അദ്ദേഹം ഒരു പെന്തക്കോസ് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ രാജേഷ് വക്കം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ, കണ്ണടച്ച് നിങ്ങൾ പാട്ട് കേട്ടാൽ, ഒരു പക്ഷേ നിങ്ങളുടെ ചെവി അത്രമാത്രം പെർഫെക്റ്റായിട്ട് സംഗീതപരമായി വൈദഗ്ധ്യം പ്രാപിച്ചിട്ടില്ല എങ്കിൽ യേശുദാസ് പാടുന്നതാണ് നിങ്ങൾക്ക് തോന്നാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ, അനേക പാട്ടുകളുണ്ട്, എല്ലാം അതിമനോഹരമാണ്. ഒരു പാട്ടിൻ്റെ ഒരംശം മാത്രം നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിൻ്റെ അനുബന്ധ ചിന്തകൾ ചിലതൊക്കെ ഏവരുമായി പങ്കിടുക ഇപ്പോഴത്തെ ലക്ഷ്യമാണ്. ഏതായാലും അതിമനോഹരമായ ഈ ആലാപനത്തിലേക്ക് പാസ്റ്റർ രാജേഷ് വക്കത്തിൻ്റെ നാമത്തിൽ ഞാൻ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് സ്വാഗതം. ഈ സംഗീത മാധുരി ആസ്വദിച്ചാലും. സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനേ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനേ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി പ്രതിജനഭിന്നമാ മധ്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ പ്രതിജനഭിന്നമാ മധ്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനേ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേരി വിത്തുമിറപ്പതും വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേരി വിത്തുമിറപ്പതും ഒന്നിനു പത്തായി പകരം തരുന്നതും വാഴ്മയരൂപത്തിൽ വാഴ്ത്തിടുന്നു. ഒന്നിനു പത്തായി പകരം തരുന്നതും വാഴ്മയരൂപത്തിൽ വാഴ്ത്തിടുന്നു. തൽക്കാലം ഇത്രയും മതി. ഇത്രയും കേട്ടാൽ ആ മഹനീയ സ്വരത്തിൻ്റെ മാധുര്യം ഏതാണ്ട് നമുക്ക് പരിചയപ്പെടുവാൻ മതിയാകുന്നതാണ്. എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു പോകുന്ന ചിന്ത,
ഈ ഗാനം ആലപിക്കുന്നത് ഒരു പെന്തക്കോസ് കൺവെൻഷനോട് അനുബന്ധമായിട്ടാണ്. അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ലഭിച്ചിട്ടുള്ള, ഇവിടെ രേഖപ്പെടുത്തിയതനുസരിച്ച് വേർഷിപ്പ് സെൻറ്റർ, അത് വളരെ വ്യക്തമല്ല, അതൊരു കൺവെൻഷനാണ്, പെന്തക്കോസ് കൺവെൻഷനാണ്, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. ഈ പാട്ട് പാടുമ്പോൾ ആരെങ്കിലും ഹല്ലേലൂയ പറയുകയോ സ്തോത്രം പറയുകയോ മറുഭാഷ പറയുകയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഞാൻ വളരെ ശ്രദ്ധിച്ച്, ഇത് മാത്രമല്ല, അനേക പെന്തക്കോസ് കൺവെൻഷനുകളിൽ അനുഗ്രഹിക ഗായകനായ പാസ്റ്റർ രാജേഷ് വക്കം അതിമനോഹരമായി ആലപിക്കുന്ന ഗാനങ്ങൾ, ആ ഗാനങ്ങളിൽ ഏതെങ്കിലും ആലപിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ മാധുര്യത്തിൻ്റെ മൂർച്ഛന്യ ഭാവത്തിലെത്തുമ്പോൾ ആരെങ്കിലും സ്തോത്രമോ പ്രൈസ് ദി ലോർഡോ ഗ്ലോറിയോ ഹല്ലേലൂയയോ മറുഭാഷയോ പറഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല. അതേസമയം ഏതെങ്കിലും ഒരു പരട്ട പാട്ട് പാടി തമ്പാറടിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറി അതങ്ങ് ആകാശം കീറിക്കൊണ്ട് നിങ്ങളുടെ കർണപുടങ്ങളിൽ വന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതെന്തുകൊണ്ടാണ് എന്നത് എന്നെ ചിന്തിപ്പിക്കുന്നൊരു വിഷയം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് എനിക്കൊരു വിശദീകരണമുണ്ട്. ഞാൻ തൽക്കാലം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാൻ കുറഞ്ഞ വർഷം 1961 തൊട്ടെങ്കിലും കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്കുള്ള കാര്യങ്ങളിൽ ചെറുപ്പം തൊട്ടേ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട്, ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കൗതുകം നന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ കുറഞ്ഞ പക്ഷം 1961 വർഷം തൊട്ട് ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ കാലങ്ങളിൽ വേണ്ട ഈ അടുത്ത കാലം വരെ ഏതെങ്കിലും ഒരു പെന്തക്കോസ് കൺവെൻഷനിൽ, പെന്തക്കോസ് കാത്തിരിപ്പ് യോഗങ്ങളിൽ, പെന്തക്കോസ് ഉണർവ് മീറ്റിങ്ങുകളിൽ ശാസ്ത്രീയ സംഗീതത്തെ ആസ്പദമാക്കി ഒരു ഗാനം ആലപിക്കുകയോ അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ചെയ്യുന്നത് വിഹിതമാണ് എന്ന് ഏതെങ്കിലും പാസ്റ്ററെ അടിമ പോലെ വിശ്വസിക്കുന്ന പെന്തക്കോസ് വിശ്വാസികളോ വിദൂരത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്നതൊരു സത്യമാണ്. പെന്തക്കോസ് പ്രസ്ഥാനത്തോട് അല്പമെങ്കിലും പരിചയമുള്ള ആളുകൾ ഞാൻ പറയുന്നതിലുള്ള സത്യം മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാണ് ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രം വേരൂന്നി നിൽക്കുന്ന ഇപ്രകാരമുള്ള ഗാനങ്ങൾ, ഈ ഗാനങ്ങൾ മുഴുവനും സിനിമാ പാട്ടുകളെ അനുകരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. യേശുദാസ് സ്വസ്തി സ്വസ്തി എന്ന പാട്ട് പാടിയത് സിനിമയിലാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ മറ്റ് അനേക ഗാനങ്ങൾ ഈ പാസ്റ്റർ അതിമനോഹരമായി പാടുന്നത് യേശുദാസ് സിനിമാ ഗാനങ്ങളിൽ ആലപിച്ച പാട്ടുകളെ അനുകരിച്ചാണ്. ഞാൻ അറിഞ്ഞ പെന്തക്കോസ് പ്രസ്ഥാനം പ്രത്യക്ഷമായിട്ട്, പരോക്ഷമായിട്ട് എന്തും ആയിക്കോട്ടെ കുഴപ്പമില്ല, പ്രത്യക്ഷമായിട്ട് ആരെങ്കിലും സിനിമ രുചിയുള്ള കാര്യങ്ങൾ പറയുകയോ അങ്ങനെയുള്ള പാട്ടുകൾ പാടുകയോ ചെയ്താൽ അവർ നരകത്തിൽ പോകുമെന്ന് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആ പെന്തക്കോസ് വിശ്വാസത്തിന് എന്ത് പറ്റി? 30 വർഷം മുൻപ്, 40 വർഷം മുൻപ്, 50 വർഷം മുൻപ് ഇങ്ങനെ സിനിമാ പാട്ടിനെ ആസ്പദമാക്കി ഒരു പാട്ട് പാടി പെന്തക്കോസ്ത് കൺവെൻഷനുകളുടെ വേദിയിൽ നിന്ന് ഒരു വ്യക്തി പാടാൻ മുതിർന്നാൽ അവനെ കണ്ടം വഴി ഓടിക്കുന്ന പെന്തക്കോസ് പ്രസ്ഥാനം ഇപ്പോഴെങ്ങനെയാണ് അനുഗ്രഹീത ഗായകനായ പാസ്റ്റർ രാജേഷ് വക്കത്തിന് ഇത്രമാത്രം സ്വീകാര്യതയും ആദരവും നൽകി സിനിമ പാട്ടിനെ അനുകരിച്ച് പാട്ടുകൾ പാടുകയും അതിൽ ആത്മീയമായ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നത്? ഇതിന് അടിസ്ഥാനമായ മാറ്റങ്ങൾ പെന്തക്കോസ് വിശ്വാസത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജിയിലുണ്ടോ, അവർ വേദപുസ്തകത്തെ മനസ്സിലാക്കുന്ന വിധത്തിലുണ്ടോ എന്നത് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ആരും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇതാണ് പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം എന്ന വിധത്തിലാണ് പാസ്റ്റർ രാജേഷ് വക്കത്തിനെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നതും
അദ്ദേഹം അവിടെ സമൃദ്ധമായി വലിയ തോതിൽ കയ്യടി വാങ്ങിക്കുന്നതും ഇതിൻ്റെ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നത് അറിയാൻ പെന്തക്കോസ്തുകാർക്ക് മാത്രമല്ല നമുക്ക് ഏവർക്കും ആവശ്യമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് മതിയാകുന്ന ഒരു വിശദീകരണം നൽകുവാൻ ആരെങ്കിലും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലുണ്ടോ? ഇപ്പോൾ പാസ്റ്റർ രാജേഷിനോട് തന്നെ ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി അദ്ദേഹത്തോട് ഹെഡ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അല്പം മാറി നിന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തീർച്ചയായും കണ്ടിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ നിന്ന് ഉന്തി തള്ളി മറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനികളാരും ശാസ്ത്രീയ സംഗീതം പഠിക്കരുത്, കാരണം ശാസ്ത്രീയ സംഗീതം എന്നത് ഹിന്ദു ദൈവങ്ങൾക്ക് ആദരവ് നൽകുന്നതും അവരെ ആരാധിക്കുന്നതുമായ ഒരു പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസിക്കൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചാൽ നിങ്ങൾ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നവരും അതുകൊണ്ട് തന്നെ നിങ്ങൾ നാശത്തിൻ്റെ കുഴിയിലേക്ക് വീണു പോകുന്നവരുമാകും. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന സ്ഥലത്തിന് 4 അയലത്ത് അടുക്കാൻ സമ്മതിക്കരുത്. മക്കൾ കഞ്ചാവ് തിന്നാലും അല്ലെങ്കിൽ കറക്കുമരുന്ന് കഴിച്ചാലും കള്ളു കുടിച്ചാലും വഴിവിട്ട വിദ്യ സ്നേഹിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ശാസ്ത്രീയ സംഗീതത്തിൽ തൊട്ടുപോകാൻ അവരെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് വിവരദോഷം മാത്രം വിളമ്പുന്ന ഒരു കത്തോലിക്ക പാദ്രിയുടെ യൂട്യൂബ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതും ഇതുമായിട്ടുള്ള ഒരു ബന്ധം ഞാനൊന്ന് ആലോചിച്ച് പോവുകയാണ്. ഒരു കാലത്ത് നേരെ മറിച്ചായിരുന്നു. പെന്തക്കോസ്തുകാർക്ക് ശാസ്ത്രീയ സംഗീതവും സിനിമയും മറ്റ് കലാപരിപാടികളും തികച്ചും ഹറാമായിരുന്നു. അന്ന് കത്തോലിക്കർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. മാത്രവുമല്ല, വളരെ തലയെടുപ്പുള്ള കത്തോലിക്ക പുരോഹിതന്മാർ കേരള സാഹിത്യ കലാവേദികളിൽ നന്നേ വിളങ്ങിയിട്ടുണ്ട്. അവയുടെ പുരോഗതിക്ക് വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കലാഭവൻ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ കൂടെ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ അധികമാണ്. എന്നിരിക്കെ ഈ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ഏതെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതൻ ഇത്ര ശാസ്ത്രീയമായി സംഗീതം ആലപിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയില്ല എന്ന് പറയാനും ഞാൻ ആളല്ല. പല കത്തോലിക്ക പുരോഹിതന്മാരും നല്ലതായിട്ട് പാടുന്നവരുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിച്ചവരുണ്ട്, നൃത്തം പഠിച്ചവരുണ്ട്. ഇപ്പോൾ കൂടുതൽ കത്തോലിക്ക പുരോഹിതന്മാരും സിനിമാറ്റിക് ഡാൻസിലാണ് പ്രാവീണ്യം പ്രാപിച്ചിട്ടുള്ളത്. അവർ ഡാൻസ് ചെയ്യുന്നത് കണ്ടാൽ പത്മിനി രാഗിണിമാർ നാണം കെട്ട് ഓടിപ്പോകും. അതിൽ വലിയ വലിയ പ്രാവീണ്യം അവർ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി 4 കാലം പറിച്ച് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന പുരോഹിതന്മാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എന്നാൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു അഭിരുചി ഇപ്പോൾ വളരെ വളരെ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് എന്ന് നാം ഏവരും അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രവണതകൾ, അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാടിൽ, പൗലോസ് അപ്പോസ്തലൻ്റെ എല്ലാ കാഴ്ചപ്പാടും ക്രിസ്തുവിൻ്റെ ദർശനത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു എന്ന ഒരഭിപ്രായം എനിക്കില്ല. പലയിടത്തും പൗലോസ് അപ്പോസ്തലൻ സ്വന്തം വഴിയെ പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അല്പം സത്യസന്ധത ഉണ്ടായിരുന്നത് കൊണ്ട്, അത് സൂചിപ്പിക്കുന്നതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുരൂപരാകരുത്, അതിൽ നിങ്ങൾ വേർപാട് പ്രാപിക്കണം. അങ്ങനെ ഒരു സഭയുണ്ടല്ലോ, വേർപാട് സഭ. അവരെല്ലാത്തിനോടും വേർപാടാണ്, ലോകത്തിലുള്ള എല്ലാറ്റിനോടും വേർപാടാണ്. പക്ഷേ ലോകത്തിൻ്റെ ശമ്പളം വാങ്ങിക്കാം, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാം, എന്നാൽ ലോകത്തോട് വേർപാടുമാണ്. അതിൻ്റെ തത്വം, അതിൻ്റെ ഗുട്ടനുസരിച്ച് ഇന്ന് വരെ പിടികിട്ടിയിട്ടില്ല. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വീരന്മാർ ഈ വേർപാട് പാലിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല.
അപ്പോൾ അവർ കാർ ഓടിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ റോഡിൽ കൂടെയാണ് ഓടിക്കുന്നത്. അവരോടിക്കുന്ന കാറ് പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്ത കാറല്ല. അവരോടിക്കുന്ന കാറിൽ പെട്രോളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വീര്യമല്ല. അവർ കഴിക്കുന്ന ആഹാരം ഈ ലോകത്തിൻ്റെ തന്നെയാണ്. അവരോടിക്കുന്ന വസ്ത്രങ്ങൾ അത് സാംസ്കാരികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ് എല്ലാവരും ജീവിക്കുന്നത്. അതേസമയം വേർപാടാണ്. അതേതാണ് വേർപാട്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവരാരും പറയുന്നില്ല. പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, താൻ വേർപാടാണോ? ഞങ്ങൾ വേർപാടാണ്. താൻ വേർപാടല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളുമായിട്ട് വേർപാടാണ്, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തള്ളി മാറുകയല്ലാതെ ഈ വേർപാടിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് പാലിക്കുന്നത്, ഏത് തോതുവരെ പാലിക്കാൻ സാധിക്കുമെന്ന് ആരും ഇന്ന് വരെ തൃപ്തികരമായിട്ട് എനിക്കൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു, പരാമർശിക്കുന്നു മാത്രമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ മാതൃകകൾ, മാനദണ്ഡങ്ങൾ, അഭിരുചികൾ അനുസരിച്ച് മാത്രം എല്ലാറ്റിനെയും അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുക. അതാണ് ലോകം. ലോകം സമം സംസ്കാരം. ലോകം ഒരു സംസ്കാരമാണ്. ആത്മീയതയും ഒരു സംസ്കാരമാണ്. യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. ദൈവരാജ്യം ഒരു സംസ്കാരമാണ്. ലോക സംസ്കാരത്തിൽ നിന്ന് വേറിട്ട ഒരു സംസ്കാരമാണ് ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് വിശദമായിട്ട് പ്രസ്താവിക്കാനോ പരിഗണിക്കാനോ ഉള്ള സമയം ഇതല്ല. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഭാഗ്യവചനങ്ങൾ നമ്മൾ പറയുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ലോകത്തിൻ്റെ സംസ്കാരത്തെ നിലനിർത്തുന്ന മർമ്മങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മർമ്മങ്ങളാണ് യേശു ഭാഗ്യവചനങ്ങൾ എന്ന വിധത്തിൽ നാം അറിയുന്ന ആ ഭാഗം, അതായത് പദപ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം വിഭാവന ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ യേശു പറയുന്ന ഒരു മർമ്മവും നമുക്ക് സ്വീകാര്യമല്ല. പക്ഷെ നമ്മൾ വേർപാടിലാണ്, അതൊരു ഫോർമുലയാണ്. വേർപാടിലല്ല എന്ന് പറഞ്ഞാൽ ആ പഴയ ദേഷ്യം വരും. അതേസമയം ലോകത്തിൻ്റെ എല്ലാ സുഖവും സന്തോഷവും അനുസരിച്ച് ജീവിക്കാനും കഴിയും. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, പൊടി കിട്ടുന്നില്ല എന്ന് മാത്രം ഞാൻ എൻ്റെ പരിമിതിയെന്ന് പരസ്യമായി സമ്മതിക്കുന്നു മാത്രമാണ്. അപ്പോൾ ഇതേ വേർപാട് പെന്തക്കോസ്ത് പ്രസ്ഥാനവും ഒരു കാലത്ത് നന്നേ ശക്തമായി പ്രസംഗിച്ചിരുന്നു. ആളുകളിടുന്ന വേഷം, അത് കൈയുടെ, സ്ത്രീകളിടുന്ന ബ്ലൗസിൻ്റെ കൈ നീളം കുറഞ്ഞു പോയാൽ ആകാശം ഇടിഞ്ഞ് വീഴുമായിരുന്നു. കാതിൽ ചെറിയ കമ്മലോ ചമ്മലോ ഇട്ടാൽ ആകാശം ഇടിഞ്ഞ് വീഴുമായിരുന്നു. കഴുത്തിൽ എന്തെങ്കിലും കിടന്നാൽ, കഴുത്തിലൊരു കൊതുക് വന്നിരുന്നാൽ എല്ലാം തകർന്നു പോകുമായിരുന്നു. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയിൽ പോകാനും പണം സമ്പാദിക്കാനും സുഖമായി ജീവിക്കാനും ഒന്നും ഒരു പ്രശ്നം ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് പോട്ടെ. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം, സിനിമാ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെയുള്ള പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാംസ്കാരികമായ ഇക്ലികളാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ അതേസമയം തന്നെ എനിക്ക് സംഗീതത്തോട് വലിയ സ്നേഹമുണ്ട്. അതിൻ്റെ ഒരു ബലഹീനതയാണ് ശാസ്ത്രീയ സംഗീതത്തിൽ മനുഷ്യ വ്യക്തിത്വങ്ങളുടെ ആഴങ്ങൾ സ്പർശിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. നമ്മൾ സിനിമാ പാട്ടുകൾ 1000 തവണ കേട്ടാലും 1000 സിനിമാ പാട്ട് കേട്ടാലും ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഒരനുഭവത്തിൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സാധ്യതകളെ ആത്മീയമായ അനുഭവങ്ങളിൽ ഒന്ന് ഘടിപ്പിച്ച് നിർത്തുന്നത് അഭികാമ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. അതായത് പെന്തക്കോസ്തുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തികച്ച് പുച്ഛിച്ച് തള്ളുമ്പോൾ ആരാധ്യനായ KV സൈമൺ സാർ, അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല ബോധമുണ്ടായിരുന്നു, നല്ല കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവനും ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതിമനോഹരമായ ഗാനങ്ങൾ, 200-ൽ പരം അമർത്യമായ ഗാനങ്ങൾ സൈമൺ സാറിൽ കൂടെ നാം പ്രാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ആലാപനം കേൾക്കുവാൻ സാധ്യമാണ്. എല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ വിദ്വാൻ കുട്ടി, അദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കോൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല അവബോധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളും ആത്മീയ ഗാനങ്ങൾ
ശാസ്ത്രീയ സംഗീതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ മഹത്വം അവയിൽ കൂടെ നമുക്ക് രുചിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ മുഴുവനും അന്യദൈവങ്ങളാണ്, അന്യദൈവങ്ങൾ പിശാചുക്കളാണ്, അല്ലെങ്കിൽ അവ അന്ധകാരത്തിൻ്റെ ദൈവങ്ങളാണ്. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം തൊട്ടുപോയാൽ, അത് കേട്ടുപോയാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പഠിപ്പിക്കുന്ന വിവരദോഷികൾ, കുപ്പായമിട്ട വിവരദോഷികൾ എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തീയ പാരമ്പര്യത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ സാധ്യതകൾ ആത്മീയമായ അനുഭവം ജനങ്ങൾക്ക് പകരുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് തിരിച്ചറിഞ്ഞവർ അതികായന്മാരായ ക്രിസ്തീയ ചിന്തകരും പാട്ടെഴുത്തുകാരും സുവിശേഷ സാക്ഷികളും ഉണ്ടായിരുന്നു എന്നത് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തികച്ചും പീറയായിട്ടുള്ള ആളുകൾ, യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ, ഉപരിപ്ലവതയുടെ രാജാക്കന്മാർ, കലാബോധമോ സാമാന്യബോധമോ ഇല്ലാത്തവർ ഏതാനും ചില ശബ്ദങ്ങൾ കേട്ടിട്ടിട ചാടി ഇറങ്ങി ഇത് മുഴുവൻ ബോണഗെയിൻ അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ വേർപാട് പാലിച്ചില്ലെങ്കിൽ തീർന്നു. അവേർപാട് പാലിക്കുക എന്ന് പറഞ്ഞാൽ സിനിമ കാണുകയില്ല, സിനിമ പാട്ട് കേൾക്കുകയില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ പറയുന്നതൊന്നും അതിന് ചെവി കൊടുക്കുകയില്ല, മറ്റു മതക്കാരെ മുഴുവൻ ഞങ്ങൾ ചീത്ത പറയും. ഇതാണ് വേർപാട് എന്ന് വിചാരിച്ചിരിക്കുന്ന വിവരദോഷികൾ. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു വച്ചിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്നിപ്പോൾ ക്രിസ്തീയ സമൂഹം മെല്ലെ മെല്ലെ വിടുതൽ പ്രാപിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പാസ്റ്റർ രാജേഷ് വക്കം എന്നാണ് സന്തോഷത്തോടുകൂടെ ഞാൻ തിരിച്ചറിയുന്നത്. പെന്തക്കോസ്തുകാർ പോലും ഇതാ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരിതാ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മൊണ്ണത്തരങ്ങൾ, അവരുടെ അല്പത്തരങ്ങൾ, അവരുടെ വിവരമില്ലായ്മ അവർ തിരിച്ചറിയുകയും അവരിന്ന് വരെ അള്ളിപ്പിടിച്ചിരുന്ന നിലപാടുകൾക്ക് ക്രമേണ അയവ് വരുത്തി അവർ നോർമലായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഇതോടുണ്ടാകുന്നത്. ഇതിനോടനുബന്ധിച്ച് സ്മരണീയമായ ഒരു കാര്യം, ഈ അടുത്തയിട കേരളത്തിലെ പെന്തക്കോസ്തു സഭകൾ CSI സഭയുമായി ലയിച്ച് ചേർന്ന് അവരൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനുള്ള താല്പര്യം കാണിച്ചു. എന്തുകൊണ്ടോ അത് സഫലീകരിച്ചില്ല. അത് CSIക്കാർ അവരെ തള്ളിയതാണോ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് സുബുദ്ധി വന്നതുകൊണ്ടാണോ അറിയില്ല. ഏതായാലും ലയനം സംഭവിച്ചില്ല. അതുകൊണ്ട് ഇപ്രകാരമുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ രാജേഷ് വക്കത്തിൻ്റെ പാട്ട് കേൾക്കാൻ എനിക്ക് അതീവ സന്തോഷമാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു പാട്ട് പാടുന്നു എന്ന് കേട്ടാൽ ഞാൻ തീർച്ചയായും അവിടെ പോയിരിക്കും. കുറഞ്ഞ വർഷം അദ്ദേഹം 1 മണിക്കൂർ പാടിയാൽ 2 മണിക്കൂർ പാടിയാൽ ഞാൻ അദ്ദേഹത്തിന് ചെവി കൊടുക്കും. അത്ര മനോഹരമായി അദ്ദേഹം പാടുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുദാസ് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വരം പാസ്റ്റർ രാജേഷ് വക്കത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൻ്റെ തേൻ പോലെയുള്ള മാധുര്യവും അല്പം പോലും അവഗണിക്കുവാൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹത്തെ ഞാൻ വളരെ അധികം വിലമതിക്കുന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു പിന്നണി ഗായകനായി ഉയരുവാനും വേണ്ട സമ്പദ് സമൃദ്ധി പ്രാപിപ്പാനും ഇടയായിരുന്നു. എന്നാൽ സാരമില്ല, പെന്തക്കോസ്തുകാർക്ക് ഈ കാര്യത്തിൽ മാനസാന്തരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പട്ടിണി കിടക്കാതെ ഇഷ്ടകാലം ജീവിക്കാനുള്ള സാധ്യത ദൈവം നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട കലാബോധത്തിൽ, കലാചാതുര്യത്തിൽ ഉണ്ട് എന്നതും ഞാൻ വളരെ സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടെ ഈ സമയത്ത് ഓർക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ക്രിസ്തുവിൻ്റെ മാർഗം നാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെച്ചു പുലർത്തിയ ഈ നിസ്സംഗതയുടെയും നിഷേധാത്മകതയുടെയും മാർഗമല്ല. യേശു എല്ലാറ്റിനെയും കൈക്കൊള്ളുകയും എല്ലാറ്റിൻ്റെയും മാഹാത്മ്യം മനസ്സിലാക്കുകയും ചെയ്തു. കനാന്യ സ്ത്രീയുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഹങ്കരിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ പോലും കാണാനില്ല എന്ന സത്യം അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും യേശുവിനുണ്ടായിരുന്നു. എന്നാൽ നമുക്കതില്ല. നമ്മളങ്ങനെ പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോകും. യേശു ഒരു സംസ്കാരത്തെയും ഒരു മതത്തെയും അപലപിച്ചില്ല. യേശു അപലപിച്ച ഒരേ ഒരു കൂട്ടം പാതിരികളാണ്,
പുരോഹിത വർഗമാണ് എന്നത് തിരിച്ചറിയാൻ പോലും ക്രിസ്ത്യാനികൾക്ക് മനസ്സില്ല. ലോകത്തിൽ മറ്റെല്ലാവരെയും സസന്തോഷം നിരുപാധികമായി സ്വീകരിച്ച ക്രിസ്തു സർവശക്തിയും ഉപയോഗിച്ച് വിമർശിച്ചതും കുറ്റം വിധിച്ചതും പുരോഹിത വർഗത്തെയാണ് എന്നത് വളരെ ശ്രദ്ധേയമായൊരു സത്യം തന്നെയാണ്. കാരണം ജനത്തെ വഴിതെറ്റിക്കുന്ന ഈ ഒരു കൂട്ടരാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നൊരു സത്യം, ഇതാ പെന്തക്കോസ്തുകാർക്ക് മാനസാന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യം, ഇനി അങ്ങോട്ട് പെന്തക്കോസ്ത് കൺവെൻഷനുകളിൽ ആദ്യം മുതൽ അവസാനം വരെ പാസ്റ്റർ രാജേഷ് വക്കത്തിൻ്റെ പാട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാടുമ്പോൾ പെന്തക്കോസ്തുകാർ പോലും നോർമലായിട്ട്, അതിലൊരുത്തൻ പോലും ഹല്ലേലൂയ ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് ബ്ലഡ് ഓഫ് ജീസസ് പിന്നെ മറുഭാഷ ഇതൊന്നും പ്രയോഗിക്കാതെ നോർമലായിട്ട് ആളുകൾ ഇരുന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു വലിയ രൂപാന്തരം തന്നെയാണ്. ഇത്ര വലിയൊരു രൂപാന്തരം പെന്തക്കോസ് വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുമെന്ന് ഞാൻ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് പാസ്റ്റർ രാജേഷ് വക്കത്തിന് മാത്രം കൊടുക്കരുത്. അതിൻ്റെ ഒരു ചെറിയ പങ്ക് പാസ്റ്റർ അനീഷ് കാവാലത്തിനും കൊടുക്കണം. അദ്ദേഹമാണ് ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പഴയ പീറപ്പാട്ടല്ലാതെ കുറച്ചുകൂടെ സൈമൺ സാറിൻ്റെയൊക്കെ അങ്ങനെ സാഹിത്യവും സംഗീതവും ഒന്നുപോലെ സമന്വയിക്കുന്ന നല്ല നല്ല പാട്ടുകൾ നല്ല ഓർക്കസ്ട്രയുടെ സഹായത്തോടുകൂടെ ഒരു ഭാഗതവരെ കൂടെ കൂട്ടുപിടിച്ച് പെന്തക്കോസ്ത് കൺവെൻഷനുകളെ അവതരിപ്പിച്ച് മെല്ലെ 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 പെന്തക്കോസ്തുകാരുടെ സാംസ്കാരികമായ പാപ്പരത്വത്തിന് അല്പം അയവ് വരുത്തി അവരെ നല്ല പാട്ട് ആസ്വദിക്കാനുള്ള കാത് അവർക്ക് ഉണ്ടാകത്തക്കവണ്ണം അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് സംഗീതമായിട്ട് വലിയ പിടിയൊന്നുമില്ല. എന്നതിൻ്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ നല്ല സ്വരമാണ്, ലങ് പവറുണ്ട്. പിന്നെ മറ്റ് അത് സംബന്ധമായ പല കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തിലൊരു ആരംഭം കുറിച്ചത് എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അദ്ദേഹം പണിത അടിത്തറയിൽ ഇതാ പാസ്റ്റർ രാജേഷ് വക്കം ഒരു വലിയ മഹാസൗധം പണിതുകൊണ്ടേയിരിക്കുന്നു. ആ പണി അങ്ങോട്ട് പുരോഗമിക്കട്ടെ. ഒരു പുതിയ ദർശനം പെന്തക്കോസ്ത് പ്രസ്ഥാനം അതിലുള്ള പാവപ്പെട്ട ജനം പ്രാപിക്കട്ടെ. ലോകത്തിലെ നല്ല കാര്യങ്ങൾ അനുഭവിപ്പാനും തിരിച്ചറിയുവാനും അതിൽ ഇന്ന് വരെ അവർ പാലിച്ച അനാവശ്യമായ ദൂരം ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ചെറുപ്പം മുതലേ എന്നെ ചിന്തിപ്പിച്ചിട്ടൊരു കാര്യം, ഇപ്പോൾ പെന്തക്കോസ്തുകാർ പോട്ടെ, ഞാൻ CSI പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം CSIക്കാരുടെ ഇടയിൽ പോലും ഞായറാഴ്ചയാണെങ്കിൽ സിനിമാ പാട്ട് പാടരുത്, സിനിമ കാണരുത്, സിനിമയെപ്പറ്റി സംസാരിക്കരുത് എന്നൊരു അലിഖിതമായ ഒരു അൺറിട്ടൺ റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അത് പാലിച്ചിട്ടൊന്നുമില്ല. പിന്നെ ടെലിവിഷനൊക്കെ വന്നപ്പോൾ അതൊക്കെ എടുത്തൂരിട്ട് പറഞ്ഞു. ഞായറാഴ്ചയാണ് എല്ലാവരും സിനിമ കാണുന്നത്. ഞായറാഴ്ച എന്നോ തിങ്കളാഴ്ച എന്നോ വെള്ളിയാഴ്ച എന്നൊന്നും വ്യത്യാസമില്ലാതെ സിനിമാ പാട്ട് പാടുകയും സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന പുരോഹിതന്മാരിപ്പം തുരുതുരമുള്ളപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം മാറിപ്പോയി. അപ്പോൾ സംസ്കാരമാണ്, വേദപുസ്തകമല്ല, ഓരോ കാലഘട്ടത്തിലും നിലവിലുള്ള സംസ്കാരമാണ് ക്രിസ്ത്യാനികളെ എന്താണ് നല്ലത്, എന്താണ് തീയത്, എന്താണ് അഭികാമ്യം, എന്താണ് നിഷേധ്യം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പേരൊക്കെ പച്ച കള്ളം പറഞ്ഞെടുത്ത് ഇടുമെങ്കിലും പരിശുദ്ധാത്മാവ് കേട്ടതോ അറിഞ്ഞതോ ഒന്നുമല്ല. വെറും സാംസ്കാരികമായ ചലനങ്ങൾ മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത് എന്നതാണ് പച്ച പരമാർത്ഥം. അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി തൽക്കാലം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളെ അറിയിക്കാൻ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി കൂടുതൽ സമയമെടുക്കാതെ ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു 2025 ഞാൻ ആശംസിക്കുന്നു. പക്ഷേ അത് ശരിയാകണോ ഇല്ലയോ എന്ന് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കുന്നത്. ഞാനല്ല, പോപ്പല്ല, ആര് ആശംസിച്ചാലും നിങ്ങളുകൂടെ അതിനുവേണ്ടി ശ്രമിക്കാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന പരമാർത്ഥം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായി വിട പറയുന്നു. നന്ദി, നമസ്കാരം.